നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ മേഖലയിലെ 3.5 പതിറ്റാണ്ടുകളുടെ ദീർഘകാല സേവനവുമായി രാഘവൻ വെള്ളിപ്പാടി മെയ് മാസം 31-ന് പടിയിറങ്ങുകയാണ്. താൻ തെരഞ്ഞെടുത്ത വഴി മറ്റുള്ളവർക്കും എളുപ്പത്തിൽ കയറി ചെല്ലാമെന്ന് പഠിപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ. പ്രതിസന്ധികളെ പുഷ്പം പോലെ മറികടക്കുവാനും ഭരണപരമായ കാര്യങ്ങൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കാതെ താമസം വിന നേടിയെടുക്കുവാനുമുള്ള കുശാഗ്രബുദ്ധി, ഏതൊരു കഠിനഹൃദയനും അലിഞ്ഞു പോകുന്ന എളിമയാർന്ന സമീപനം, ഏറ്റെടുത്തവ വിജയിപ്പിക്കുവാനുള്ള കർമ്മനിരതമായ പ്രവർത്തനം, ആരെയും വെറുപ്പിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയവിശാലത, എല്ലാവരെയും തുല്യരായി കണ്ട് വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ശുദ്ധഹൃദയൻ, തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ഒരു മടിയുമില്ലാത്ത പണ്ഡിതൻ, സ്വന്തം പേര് തന്നെ ഒരു പ്രസ്ഥാനമായി വളർന്നപ്പോഴും അതിൻ്റെ ഗരിമയോ തലക്കനമോ കാണിക്കാത്ത സാധു മനുഷ്യൻ, ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും എഴുത്തിലും വായനയിലും വ്യാപൃതനായ ഭാഷാസ്നേഹി, അളവറ്റ സുഹൃത്ത് ബന്ധത്തിനുടമ. വിശേഷണങ്ങൾക്ക് വിരാമമില്ല. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് തൻ്റെ കർമ്മവാസനയിൽ പടുത്തുയർത്തിയ പേരും പെരുമയും കാലം നൽകിയതാണ്. പി കൃഷ്ണൻ നായരുടെയും കെ നാരായണി അമ്മയുടെയും മകനായ രാഘവൻ വെള്ളിപ്പാടി കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വെള്ളിപ്പാടിയിലാണ് താമസം. നന്നേ ചെറുപ്പത്തിലുള്ള മാതാപിതാക്കളുടെ വിയോഗത്തിൻ്റെ വേദന ഇന്നും വിട്ടുമാറിയിട്ടില്ല. കഷ്ടപ്പാടുകളും വേദനകളും ഏറെ അനുഭവിച്ച ബാല്യ കൗമാരകാലങ്ങളുടെ അലയൊലികൾ ഇപ്പോഴും മുഖത്ത് ചിലപ്പോഴൊക്കെ പ്രതിഫലിക്കാറുണ്ട്. ചിലപ്പോഴത് കവിതകളായി പിറക്കും. അത്തരം പ്രതിസന്ധികളെ നേരിട്ടതിൽ നിന്ന് ആർജിച്ച കരുത്താണ് പിന്നീടുള്ള ജീവിതയാത്രയിലെ വിജയത്തിന് പ്രേരണയായതെന്ന് മനസ്സിലാക്കാം. ഇരിയണ്ണി ഗവൺമെൻറ് ഹൈസ്കൂൾ, കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. ചരിത്രത്തിൽ ബിരുദവും ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള രാഘവൻ വെള്ളിപ്പാടി പഠനകാലത്തും തുടർന്നും എഴുത്തിലും സാംസ്കാരിക മേഖലയിലും സജീവമാണ്. ഇരിയണ്ണി AKG വായനശാല സെക്രട്ടറിയായും കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായും നീണ്ടകാലം പ്രവർത്തിച്ചു. 1990 മുതൽ കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിൽ സെക്രട്ടറിയായി ജോലി ചെയ്തു വരുന്ന രാഘവൻ വെള്ളിപ്പാടി 2026 മെയ് 31-ന് ജോലിയിൽ നിന്നും വിരമിക്കുകയാണ്. സേവനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ തന്നെ പൊതുരംഗത്ത് സജീവമായി ഇടപെടുന്നു. സ്വന്തം നാട്ടിൽ സ്വയം മുൻകൈയെടുത്ത് അക്ഷര വെളിച്ചമേകാൻ രൂപീകരിച്ച വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറിയായ രാഘവേട്ടൻ ഇരിയണ്ണി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റായും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ സർവീസ് ജീവിതം ആരംഭിക്കുന്നത് 1990 മുതലാണ്. തുടർന്ന് ഇങ്ങോട്ട് 35 വർഷം 8 മാസം കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘം എന്ന സ്ഥാപനത്തിന് വേണ്ടി എൻ്റേതായ നിലയിൽ അതിൻ്റെ എല്ലാ ഘട്ടത്തിലും അതിൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ഒക്കെ തന്നെ വേണ്ട നിലയിൽ ഇടപെടുവാൻ ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച ഭരണസമിതി അംഗങ്ങൾ അവരുടെ തണലിൽ അവരുടെ നേതൃത്വത്തിൽ ആണ്. അതുപോലെ തന്നെ ആദ്യം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരും അവരുടേതായ സംഭാവനകൾ അവരുടെ സംഘടന വഴി ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇടപാടുകാരും നല്ല ഇടപാടുകാർ അതിൻ്റെ ഒരു സമ്പത്താണ്. അതിൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ അവരാണ് ഇതിനെ വേണ്ട നിലയിൽ ഇങ്ങനെ ഉദ്ദീപിച്ചു കൊണ്ടേയിരുന്നത്. അവർക്കെല്ലാം ഈ അവസരത്തിൽ അവരൊക്കെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ തുടർന്നുള്ള പോക്കിൽ അവിടെ ഇപ്പോഴുള്ള 56 ജീവനക്കാരെ വെച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതുപോലെ പുതിയ ഈ സഹകരണ സംവിധാനത്തിൻ്റെ പുതിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കാനും അതിനനുസരിച്ച് അതിൻ്റെ വളർച്ചയെ ശരിയായ ദിശാബോധത്തിൽ നയിക്കുവാനും പുതിയ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഭരണസമിതിക്കും കഴിയുമാറാകട്ടെ എന്ന ഒരാശംസയും അതുപോലെ തന്നെ ഒരു ആത്മനിർവൃതിയുമാണ് എനിക്ക് ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. നന്ദി, നമസ്കാരം. എഴുത്തിനെയും വായനയെയും അഗാധമായി സ്നേഹിക്കുന്ന അദ്ദേഹം വീട്ടിൽ തന്നെ നിരവധി പുസ്തകങ്ങളുടെ ശേഖരമൊരുക്കിയിട്ടുണ്ട്. അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനും
എഴുത്തുകാരനും കവിയും പ്രഭാഷകനുമായ രാഘവൻ വെള്ളിപ്പാടിയുടെ തൂലികയിൽ നിന്നും നേർരേഖ എന്ന ലേഖന സമാഹാരവും സാക്ഷിമൊഴി, ബാർട്ടർ ജീവിതം, കുഴിച്ചിട്ട മൗനം, തുറിച്ചു നോക്കുന്ന വാക്കുകൾ, പ്രണയം ഇന്നലെയും ഉണ്ടായിരുന്നു എന്നിങ്ങനെ കവിതാ സമാഹാരങ്ങളും വടക്കൻ സ്കെച്ചുകൾ എന്ന ഓർമ്മക്കുറിപ്പുകളും ഉൾപ്പെടെ 7ഓളം പുസ്തകങ്ങൾ പിറവികൊണ്ടിട്ടുണ്ട്. ആത്മചൈതന്യം എന്ന കവിതാ സീഡിയും കാണിക്ക എന്ന ഭക്തിഗാന സീഡിയും പുറത്തിറക്കിയിട്ടുണ്ട്. ലേഖനത്തിലും കവിതയിലും തൻ്റേതായ ഇടം കണ്ടെത്തിയ രാഘവേട്ടൻ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ദക്ഷിണ കന്നഡ സാഹിത്യസിരി കവിതാ പുരസ്കാരം, ഉബൈദ് ലൈബ്രറി അവാർഡ്, ദക്ഷിണ കന്നഡ രാജ്യോത്സവ് പുരസ്കാരം, നവോത്ഥാന കലാസാഹിത്യ സംസ്കൃതി മാഗസിൻ്റെ സാഹിത്യ മേഖലയ്ക്കുള്ള 2024 നവോത്ഥാന ശ്രേഷ്ഠ പുരസ്കാരം, തുളുനാട് അവാർഡ് എന്നിവ രാഘവേട്ടനെ തേടിയെത്തിയ ബഹുമതികളിൽ ചിലതാണ്. ലേഖനത്തിൽ സംസ്ഥാനതല മത്സരങ്ങളിലടക്കം ജേതാവായിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിൽ ലേഖനങ്ങളും കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സഹകരണ യൂണിയന്റെ മുഖമാസികയായ കേരള സഹകരണ ജേണലിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. കൽക്കത്ത, മുംബൈ, ഗോവ, ബംഗളൂരു, മംഗളൂരു, ചിറ്റൂർ തുടങ്ങി കേരളത്തിലും പുറത്തും കവി സമ്മേളനങ്ങളിൽ കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വിരമിക്കലിനു ശേഷം എഴുത്തിൽ സജീവമാകാനാണ് ഉദ്ദേശം. മുളിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ലതിക എം ഭാര്യയും വിദ്യാർത്ഥികളായ അമർനാഥ് LR, ചിന്മയി LR എന്നിവർ മക്കളുമാണ്. 1964 രൂപീകരിച്ച കാസർഗോഡ് പബ്ലിക് സർവൻറ് സഹകരണ സംഘത്തിൻ്റെ ഇന്നു കാണുന്ന വളർച്ചയിൽ രാഘവൻ വെള്ളിപ്പാടിയുടെ കാര്യമായ ഇടപെടലുകളുണ്ട്. സെക്രട്ടറി എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ചു. നിലവിൽ 9 ബ്രാഞ്ചുകളും നീതി മെഡിക്കൽ സ്റ്റോറും ഇലക്ട്രിക്കൽ ഹോം അപ്ലയൻസ് സ്ഥാപനവും സംഘത്തിനുണ്ട്. കൂടാതെ ഹെഡ് ഓഫീസ് സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മാതൃകാ സഹകരണ സംഘമായി തെരഞ്ഞെടുക്കപ്പെട്ട സംഘത്തിന് വർഷങ്ങളായി നിക്ഷേപ സമാഹരണത്തിലെ മികവിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം, ഉത്സവ ചന്തകൾ എന്നിവയും സംഘം ഏറ്റെടുത്തു നടത്തുന്നു. സംഘത്തിൻ്റെ വളർച്ചയിൽ രാഘവേട്ടൻ്റെ ദീർഘകാല സേവനത്തിൻ്റെ കയ്യൊപ്പുകൾ പതിഞ്ഞതായി കാണാം. വെള്ളിപ്പാടി എന്ന സ്വന്തം നാടുൾപ്പെടുന്ന പേരിനെ തന്നെ അന്വർത്ഥമാക്കി അടയാളപ്പെടുത്തി തിരിച്ചറിയുമ്പോൾ ഒരു നാടിനെ എത്രമാത്രം സ്നേഹിക്കുകയാണെന്ന് മനസ്സിലാക്കാമല്ലോ. അത്തരത്തിൽ രാഘവേട്ടനും വെള്ളിപ്പാടിയും പരസ്പരബന്ധിതമാണ്. ഇനിയും ഒരു നാടിൻ്റെ പേരും പ്രശസ്തിയും തൻ്റെ ജന്മസിദ്ധാർജിത കഴിവുകളാൽ ഉയരങ്ങളിലെത്തിക്കുവാൻ രാഘവേട്ടന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സമാനതകളില്ലാത്ത, തുലനം ചെയ്യാനാവാത്ത അടുത്ത ആത്മസുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്ന രാഘവേട്ടന് ദീർഘായുസ്സും കൂടുതൽ തിളക്കമുള്ള ഭാവി ജീവിതവും ആശംസിക്കുന്നു. എഴുത്ത് രാജൻ മുനിയൂർ.